വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സുകാർക്കായുള്ള സൈക്കോമെട്രിക്സ് അഭിരുചി പരീക്ഷ നടത്തി. സ്വന്തം കഴിവുകൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ആരായി തീരണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പരീക്ഷയാണിത്. കൊടകര BRCയുടെ സഹായത്താൽ SSKയും ASAPും സംയുക്തമായിട്ടാണ് CJM സ്കൂളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപളക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് സ്വാഗതവും ഷിജു PL നന്ദിയും പറഞ്ഞു. കൊടകര BRCയുടെ CRCC കോർഡിനേറ്റർ ഫെൽമി ജോൺ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ SITC സിസ്റ്റർ ഷൈനി ജോസഫ്, അധ്യാപകരായ ബീന കുര്യാക്കോസ്, ആനി AA, മിനി തെക്കത്ത്, ജയ്മേരി മഞ്ഞളി, ബിൻസി വർഗീസ്, നിമിൽ K ബെന്നി എന്നിവർ നേതൃത്വം നൽകി. നമ്മളെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം മികവുറ്റതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ അഭിരുചികളെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞാലാണ് അതനുസരിച്ച് പരിശീലനം സ്വീകരിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുക. അതിനെ സഹായിക്കാൻ വേണ്ടി കൊടകര BRCയുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തുകയാണ്. പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 5000 മുതൽ 10000 രൂപ വരെയാണ് ഇതിന് ചെലവ് വരുന്നത്. അതാണ് നമ്മുടെ ഗവൺമെന്റ് 5 പൈസ ചെലവില്ലാതെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ തുടർന്നുള്ള പഠന മേഖലകളിൽ ഏത് രംഗം തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന പേരിൽ നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഇത് SSKയുടെയും ASAP കേരളയുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ട ഒരു നൂതന സാങ്കേതിക ആപ്പാണ്. ലീപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആപ്പിന്റെ പേര് വരുന്നത്. ഇതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം, അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല കഴിവുകളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു 7 സെഷനായിട്ടാണ് ഈ ടെസ്റ്റ് പോകുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നിൽ ഈ കഴിവുണ്ട്, എനിക്ക് ഇതിനോടാണ് താല്പര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലവർ നോക്കുമ്പോൾ അതൊരു പൂവിൻ്റെ രൂപം തോന്നും, ചിലവർ നോക്കുമ്പോൾ അതൊരു ബട്ടർഫ്ലൈ ആവാം. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്താരീതി. അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ മനസ്സിനെ അളക്കാം. ചിലവർക്ക് തോന്നുന്നത് അതൊരു കാറിൻ്റെ രൂപമാവും. കാരണം എന്തായിരിക്കും,